നമസ്കാരം. ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിന് തുടക്കമിടും മുൻപ് തന്നെ സാമ്പത്തികമായി പാകിസ്ഥാന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഇതിനു പിന്നാലെ ഇന്ത്യ നയതന്ത്ര തലത്തിൽ കടുത്ത നീക്കങ്ങൾ നടത്തുകയും കൂടാതെ ശക്തമായി തിരിച്ചടിക്കുകയും കൂടി ചെയ്തതോടെ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോവുകയായിരുന്നു. ഇതിനിടെ കൂടുതൽ വായ്പയ്ക്കായി ലോകബാങ്കിനെ ഉൾപ്പെടെ പാകിസ്ഥാൻ സമീപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ പാകിസ്ഥാന്റെ സാമ്പത്തികകാര്യ വിഭാഗത്തിന്റെ ഒരു ട്വീറ്റ് പുറത്തു വന്നിരുന്നു. സംഘർഷങ്ങൾക്കും ഓഹരി വിപണി തകർച്ചയ്ക്കും ഇടയിൽ സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കാൻ രാജ്യാന്തര പങ്കാളികൾ സഹായിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു ആ പോസ്റ്റ്. ഇതേറെ ചർച്ചയായതോടെ വിശദീകരണവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നു. തങ്ങളുടെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്തുവെന്നാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. എക്സ് അക്കൗണ്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സാമ്പത്തിക കാര്യ മന്ത്രാലയം റോയിട്ടേഴ്സിനോട് പറഞ്ഞതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇന്ത്യ പാക് പ്രകോപനം തുടരുന്നതിനിടെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നിർണായക യോഗം ചേരും. വാഷിംഗ്ടണിലാണ് യോഗം ചേരുക. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് $1.3 ബില്യൺ വായ്പ നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടക്കും. യോഗത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കും. പാകിസ്ഥാന് നൽകുന്ന വായ്പകൾ പുനഃപരിശോധിക്കണമെന്നതാണ് ഇന്ത്യ ഉയർത്തുന്ന ആവശ്യം. പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും യോഗത്തിൽ ഇന്ത്യ ഉയർത്തും. ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. IMFൽ ഇന്ത്യയ്ക്ക് ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട്. വെള്ളിയാഴ്ച IMFന്റെ ബോർഡ് യോഗം ചേരും. ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജ്യത്തിന്റെ നിലപാട് മുന്നോട്ട് വെക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. IMF നൽകുന്ന വായ്പകൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സംഘടനകൾ കള്ളപ്പണം വെളുപ്പിക്കലിനും ഭീകരവാദ ധനസഹായത്തിനും ഉപയോഗിച്ചേക്കാമെന്ന ആശങ്ക യോഗത്തിൽ ഇന്ത്യ പങ്കുവെക്കും. അതേസമയം കഴിഞ്ഞ രാത്രിയിൽ പാക് ഡ്രോൺ ആക്രമണം ഇന്ത്യൻ സേന പരാജയപ്പെടുത്തിയിരുന്നു. ജമ്മു, പത്താൻകോട്ട്, ഉദ്ധംപൂർ മേഖലകളാണ് പാക് ലക്ഷ്യം വെച്ചത്. എന്നാൽ സൈന്യം ഇതിനെ ശക്തമായി പ്രതിരോധിച്ചു. പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മധ്യമേഖലകളിലുള്ള 27 പ്രധാന വിമാനത്താവളങ്ങൾ മെയ് 10 വരെ അടച്ചിട്ടിട്ടുണ്ട്. വ്യാഴാഴ്ച മാത്രം 430 സർവീസുകൾ റദ്ദാക്കി. ശ്രീനഗർ, ജമ്മു, ലേ, ചണ്ഡീഗഡ്, അമൃത്സർ, ലുധിയാന, പട്യാല, ബദിന്ദ, ഹൽവാര, പട്ടാൻകോട്ട്, ഭുന്ദർ, ഷിംല, ഗഗൽ, ധരംശാല, കിഷൻഗഡ്, ജയ്സാൽമീർ, ജോധ്പൂർ, ബീക്കാനീർ, മുദ്ര, ജാംനഗർ, രജ്കോട്ട്, പോർബന്ദർ, കണ്ട്ല, കെഷോദ്, ഭുജ്, ഗ്വാളിയർ, ഗാസിയാബാദ്, ഹിൻഡൻ തുടങ്ങിയ വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടത്. അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇന്ത്യ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി. പഞ്ചാബിലും രാജസ്ഥാനിലും അതിർത്തി മേഖലകളിൽ സ്കൂളുകൾ അടച്ചു. രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിലുള്ള ഓഫീസർമാരോടും പോലീസ് ഉദ്യോഗസ്ഥരോടും അവധി റദ്ദാക്കി മടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പൂഞ്ച്, രജൌരി, ജമ്മു, സാംബ, കഡ്വ എന്നിവയുൾപ്പെടെയുള്ള 5 അതിർത്തി ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ ജമ്മു കാശ്മീർ സർക്കാർ ഉത്തരവിട്ടു. അന്താരാഷ്ട്ര അതിർത്തിക്കും നിയന്ത്രണ രേഖയ്ക്കും സമീപം താമസിക്കുന്നവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ കുപ്വാര, ഉറി മേഖലകളിലാണ് ഇന്ന് പുലർച്ചെ പാക് സൈന്യം വെടിവെപ്പ് നടത്തിയത്. ഇതിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. ഉറിയിലെ ഷെല്ലാക്രമണത്തിനിടെ ഒരു സ്ത്രീ മരിച്ചിരുന്നു. ഇതോടെ പാക് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 16 ആയി. സംഘർഷം തുടരുന്നതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവിയുമായും 3 സേനാ മേധാവിമാരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ജമ്മു വിമാനത്താവളത്തിന് സമീപം ഒരു ഡ്രോണും യൂണിവേഴ്സിറ്റിക്ക് സമീപം 2 ഡ്രോണുകളും തകർത്തു. 8 മിസൈലുകളെയും നിഷ്പ്രഭമാക്കി. പട്ടാൻകോട്ട്, ജയ്സാൽമേർ എന്നിവിടങ്ങളിലും ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. ജമ്മു, പട്ടാൻകോട്ട്, ഉദ്ധംപൂർ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണ ശ്രമമുണ്ടായി.